കൊച്ചിയിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഒരു സംഘം മർദ്ദിച്ചെന്ന പരാതി നൽകുകയാണ് അച്ഛൻ. ഞാറയ്ക്കൽ സ്വദേശി സാജു ആണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഫുട്ബോൾ കളിക്ക് ഇടയിൽ ഉണ്ടായ തർക്കമാണ് കാരണം. എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം? ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്, അതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ പരിപൂർണമായി കാണിക്കാനും കഴിയാത്തത്. കൊച്ചിയിലാണ് വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഒരു സംഘം മർദ്ദിച്ചത്. ആ പരാതി നൽകുകയാണ് ഞാറയ്ക്കൽ പോലീസിൽ കുട്ടിയുടെ അച്ഛൻ സാജു. ഫുട്ബോൾ കളിക്കിടയിൽ ഉണ്ടായ തർക്കം, അതിന്റെ തുടർച്ചയായാണ് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ആക്രമിച്ചത് എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, ഇതിപ്പോൾ ഒരു വലിയ സംഘമുണ്ട്, അതെല്ലാം കുട്ടികളാണ്. അവർ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ആക്രമിക്കുന്ന തരത്തിലേക്ക് എന്ത് പ്രകോപനമാണ്! മാത്രമല്ല ഈ കുട്ടികളൊക്കെ ഇങ്ങനെ അക്രമകാരികളായി മാറുന്നത് സമീപകാലത്ത് അത്തരം സംഭവങ്ങൾ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് ഈ വാർത്തയ്ക്കും വലിയ പ്രാധാന്യമുണ്ടല്ലോ. രതീഷേ, തീർച്ചയായും അനുദിനം നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഇടയിൽ തന്നെയുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും പരസ്പരമുള്ള പോർവിളികളും എല്ലാം കാണുന്നുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ കൊച്ചി ഞാറയ്ക്കലിലെ ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. കൊച്ചി ഞാറയ്ക്കൽ സ്വദേശിയായിട്ടുള്ള സാജുവിന്റെ മകൻ ആദിത്യനാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ക്രൂര മർദ്ദനത്തിന് ഇരയായത്. 14ഓളം വരുന്ന കുട്ടികൾ ചേർന്ന സംഘമാണ് ഈ ആദിത്യനെ മർദ്ദിച്ചത്. അതിലെല്ലാവരും 18 വയസ്സിന് താഴെയുള്ള മൈനറായിട്ടുള്ള കുട്ടികളാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ സംഭവങ്ങളുടെ തുടക്കം കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം ഈ ആദിത്യൻ ഒരു ഫുട്ബോൾ താരമാണ്. ഇത്തരത്തിൽ ആദിത്യൻ പങ്കെടുത്ത ടീം മറ്റൊരു ടീമിനെ തോൽപ്പിച്ചിരുന്നു. ആ ടീമുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അന്നുണ്ടായ കളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇപ്പോൾ ഒരു മർദ്ദനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അന്ന് ടീം തോറ്റന്റെ തുടർച്ചയായി തന്നെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള പോർവിളികൾ ഉണ്ടായിരുന്നു. കളി തോറ്റതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ആദിത്യൻ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം കോട്ടയത്തുള്ള GV രാജ അക്കാഡമിയിലോട്ട് സെലക്ഷൻ കിട്ടിപ്പോയി. പിന്നീട് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്പോൾ അവധിയായതിനാൽ വെള്ളി, ശനി, ഞായർ 3 ദിവസം ആദിത്യൻ വീട്ടിലോട്ട് അവധിക്ക് വന്നതായിരുന്നു. അപ്പോഴും ഇത്തരത്തിൽ ആദിത്യൻ ഒരു ചോദ്യം ഈ സമീപത്തുള്ള ഈ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതിനെ പറ്റി ചോദിച്ചു. എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഇപ്പോൾ ഈ ആക്രമണം നടന്നത് എന്നാണ് ഇപ്പോൾ ആദിത്യനും ആദിത്യന്റെ കുടുംബവും പരാതി പറയുന്നത്. ഈ 14ഓളം വരുന്ന വിദ്യാർത്ഥികൾ ആദിത്യനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി വീട്ടിന്റെ പരിസരത്ത് വെച്ച് മർദ്ദിക്കുകയും തുടർന്ന് ഇവർ കളി നടന്ന ആ ടർഫിൽ കൊണ്ടുപോയി അവിടെയും വലിയ രീതിയിലുള്ള മർദ്ദനം ആദിത്യനെ നേരിട്ടു. തലയ്ക്കും അതുപോലെ തന്നെ നെഞ്ചിനുമാണ് പരിക്ക് ഏറ്റിട്ടുള്ളത്. ഞാറയ്ക്കൽ പോലീസിൽ ആദിത്യന്റെ അച്ഛൻ പരാതി നൽകിയിട്ടുമുണ്ട്. ശരി, പോലീസ് ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട്. അതേസമയം കുട്ടികൾ പ്രായപൂർത്തിയാകാത്തവരാണ് എന്താണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയാണ് വലിയ സംഘമായി എത്തിയ കുട്ടികൾ ഈ കുട്ടിയെ ആക്രമിച്ചത്.